അപ്പോൾ കാലാവസ്ഥാ വിശേഷങ്ങൾ പറയാൻ ഇവിടെ ആതിര സരസ്വതി റെഡിയാണ്. കാലാവസ്ഥാ വിശേഷങ്ങൾ കേൾക്കാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഓസ്റ്റിമോനും ഉണ്ട് ഇവിടെ. അപ്പോൾ ആതിര, ഇന്ന് എന്തെങ്കിലും മഴ മുന്നറിയിപ്പുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സേതു. പ്രേക്ഷകരെ, സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. ഇന്നും മുന്നറിയിപ്പുകളുള്ള ദിവസമാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് മഴ മുന്നറിയിപ്പുകൾ എന്നൊക്കെ എന്ന് നോക്കാം. അപ്പോൾ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് തെക്കൻ മധ്യ കേരളത്തിൽ മഴ ശക്തമാകും എന്നുള്ളതാണ്. അതായത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. മലാക്ക കടലിടുക്കിന്റെ മധ്യഭാഗത്ത് ഉയർന്ന ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. നാളെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനി സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം. പൊതുവെ കേരളത്തിൽ അനുഭവപ്പെടുന്ന താപനില ശരാശരിയിൽ കുറവാണെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്തെ താപനില പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസും, കൊച്ചിയിൽ 31 ഡിഗ്രി സെൽഷ്യസും, കണ്ണൂര് 33 ഡിഗ്രി സെൽഷ്യസുമാണ് ഏറ്റവും കൂടിയ താപനില. വരും ദിവസങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പുള്ള ഒരു ദിവസം തന്നെയാണ്. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് സജീവമായ മഴ പെയ്യുമെന്നൊരു മുന്നറിയിപ്പൊക്കെ ഉണ്ട്. ഇനി സേതുലക്ഷ്മിയിലേക്ക്.